എന്ത് തടി ചെപ്പോ ആങ്കറും വലിയ കൂടുതൽ നിലത്ത് കൂടിയാണ്. ഏതെടുത്താലും 5 റിയാൽ ചെപ്പോ, എന്തെടുത്താലും 5 റിയാൽ കേട്ടോ. പാത്രങ്ങളെ ഊരാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡ്രീം വൈബ്സ്. അപ്പോൾ ഞാനും ഷെബും അദീമോനും നമ്മളെ സൗദിയിലെ ദമാമിലെ മീന പോർട്ടല്ലേ ഇപ്പോൾ പറയാം, മീന എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ വന്നിരിക്കണത്. ഇവിടെ നമ്മളെ സെൻട്രൽ പോയിന്റ് മാക്സിൻ്റെ ഒക്കെ വലിയ ബ്രാൻഡിൻ്റെ വെയർ ഹൗസ് ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട്. അതിന് വന്നതാ. ഞാനും ഷെബുമൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. പക്ഷെ ഇനി ഞാൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, അടുത്ത ക്ലിയറൻസ് സെയിലിന് ഞങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടാവും അല്ലേ, ഇൻഷാ അല്ലാഹ്. കാരണം അടിപൊളിയാട്ടോ. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് 30 റിയാൽ 40 റിയാൽ വാങ്ങുന്ന സാധനമൊക്കെ ഇവിടെ 70 റിയാൽ 80 റിയാലിന് വാങ്ങുന്ന സാധനമൊക്കെ 30 റിയാൽ 10 റിയാൽ 19 റിയാൽ 20 റിയാലൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഷോപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഞങ്ങൾ പോയ ഷോപ്പിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവരും. അടിപൊളി വർത്താണ് വെറുത്താണ്. പക്ഷെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ കയറിയിട്ടേ ഈ കരിമ്പൻകാട്ട് ആന കയറിയാൽ എന്താ അവസ്ഥ, ചവിട്ടി മെതിച്ചിക്കണ് ഇല്ലപ്പോൾ. നമ്മൾ സെൻട്രൽ പോയിന്റിൽ പിന്നെയും കുഴപ്പമില്ല, മാക്സിൽ കയറിയപ്പോൾ മാക്സൊക്കെ ഫുള്ള് അലമ്പായിക്കണം. ഫുള്ള് സാധനങ്ങൾ വലിച്ചിട്ട് പോരുകയാണ്. ഞങ്ങളിപ്പോൾ ഈ വാങ്ങിയ സാധനത്തിന് 300 റിയാലായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങൾ ഷോപ്പിൽ വാങ്ങുകയാണെങ്കിൽ എന്തായാലും 800 900 റിയാലിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഷോപ്പ് ചെയ്താണ്ട് പോരുകയാണ്. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോട്ടെ കേട്ടോ. പൊക്കിക്കളി സെൻറ്റർ പോയിന്റ് അത് മാക്സ് അല്ലേ. അതൊക്കെ പൊക്കണ്, മറ്റോനെ കയറ്റുന്ന കോലാണ്. ഇതിനുള്ളിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്നാവും അതിനാദ്യം. എന്തായാലും ഉന്തിക്കോ, കൊണ്ടുപോകാൻ അങ്ങോട്ട്. തിരക്കില്ലല്ലേ. ബൈ വൺ ഗെറ്റ് വൺ. ഷെബോ, നമ്മൾ ആദ്യമായിട്ടാട്ടോ വേറെ സെയിലിൽ വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. 29 റിയാല്. ചെറിയ കുട്ടികളത്. കംപ്ലീറ്റ് ആയില്ല ഷെബോ മോനെ. 8 റിയാല്. ഷെബോ ഇങ്ങോട്ട് നോക്കടി. അറിഞ്ഞ സമയം തന്നെ വന്നിക്കണെങ്കിൽ നല്ല കുറേ കിട്ടിയാണ്. കുപ്പായം എടുത്തോളി എത്ര എടുത്തോളി. ആരെങ്കിലുമൊക്കെ പറ്റും. പറ്റൂലടി, പറ്റും എടുത്തോ. പറ്റും. ചെറിയ കുട്ടികളതൊക്കെ അല്ലേ. ഏതാണ് ബ്രാൻഡ്? മറ്റേ കമ്പനി അടി നോക്കി, ഡിസ്നി ബേബിൻ്റെ 13 റിയാല്. അതൊക്കെ ഷോപ്പിൽ ചെന്നാൽ നല്ല റേറ്റുള്ള സാധനങ്ങളല്ലേ. എന്താല്ലേ രക്ഷയില്ല കേട്ടോ. തിരയണം, നല്ലോണം തിരയണം. ഓഹോ, ഗേൾസിൻ്റെ ആട്ടത്. തിരയണം ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ വന്ന് തിരഞ്ഞാട് ഫുള്ള് വലിച്ചിട്ട് നിലത്തേക്കിട്ട് പോയിക്കണം കണ്ടോ. കരിമ്പൻകാട്ടിൽ ആന കയറിയ മാതിരി നിരത്തിക്കണം അങ്ങോട്ട് കണ്ടോ. വന്നാണ്ട് നല്ലോണം തിരയണം. നല്ല ടോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ 19 റിയാല് ഒക്കെ 19 റിയാല്.
ഒക്കെ 19 റിയാലാണ് കേട്ടോ റേറ്റ് വരുന്നത്. കണ്ടോ 19 റിയാല് ഒക്കെ 19 ഒക്കെ 19 റിയാൽ വരുന്നത്. അപ്പം എൻ്റെ കയ്യിലാക്കണേ ഒരു ലോഡ് ടീഷർട്ടുകളുണ്ട് 19 റിയാല്. പക്ഷെ അപ്പോൾ അങ്ങനെ പൊറുക്കണാക്കണേ. എന്ത് തടി ചെബു. അത് സെൻട്രൽ പോയിൻറ്റിൻ്റെ വേറെ സൈഡിൽ കേട്ടോ. നമ്മളിനി മാക്സിൻ്റെ വേറെ സൈഡിലേക്കാണ് ഇപ്പോൾ കയറി പോണത്. കഴിഞ്ഞപ്പോൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇവിടെയൊക്കെ എന്താ അറിയോ ലേറ്റായി വന്നപ്പോഴേക്കിന് ഒക്കെ പർച്ചേസ് ചെയ്താണ്ട് വലിച്ചു വാരി നിലത്ത് കൂടി ഇട്ടോ. തിരയണം ഒഴിഞ്ഞു വന്നിരുന്നാണ്ട്. എന്താണ് ഇപ്പോൾ അവസ്ഥ? ആങ്കറും വലിയ കൂടുതൽ നിലത്ത് കൂടിയാണ്. ഒക്കെ തിര വൈകണം. കഴിഞ്ഞു കൊണ്ടോ ഒക്കെ വന്ന് പർച്ചേസ് ചെയ്ത് പോയി ഓൾറെഡി ആൾക്കാർ. ഇനിയിപ്പോൾ തിരവാണ്. എന്നാണ് ഇപ്പോൾ അവസ്ഥ ഇവിടുത്തെ. അപ്പോൾ നിങ്ങൾ വേറോസയിൽ കണ്ടു എന്ന് വിചാരിക്കണു. ഞങ്ങൾ ചെന്നപ്പോൾ നിങ്ങൾ കണ്ടില്ല, അതേ അവസ്ഥ തന്നെയാണ്. മൊത്തം ആൾക്കാരും വലിച്ചിട്ടിക്കണു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ വേറോസയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റാണ്. കാരണം ഇതിൽ കൂടുതൽ മലയാളികളാണ് കൂടുതൽ ചിലപ്പോൾ സൗദികളായിരിക്കും വരുന്നില്ല ചെപ്പോ. കാരണം ഓലെയാണ് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് അറിയാം. പിന്നെ നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ മലയാളികളൊക്കെ നമ്മളും കണ്ടിട്ടു. നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓലെ കണ്ടു. അപ്പോൾ വരുന്ന പോലെ റിക്വസ്റ്റ് അടുത്ത ആൾക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആവശ്യത്തിന് എടുത്തിട്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തത് തിരിച്ചവിടെ തന്നെ വെക്കല്ലേ. കാരണം എന്താ പറയുക എന്താ പറയാ ആക്രാന്തം കാട്ടെന്ന് പറയും നമ്മളെ ഭാഷയിൽ. ആക്രാന്തം കാട്ടെന്ന് പറയും. കാരണം വലിച്ചട് വാരിട്ട് കണിഞ്ഞു എന്താ ഓർക്ക് കിട്ടൂലെന്ന് കരുതിയിട്ട് അങ്ങനെ കോളാക്കി ഇട്ടിക്കണു. സെൻട്രൽ പോയിന്റിൽ പിന്നെയും കുഴപ്പമില്ല. മാക്സിൽ ഞാൻ കയറില്ല. മാക്സ് ഫുള്ള് സാധനങ്ങൾ നിലത്ത കിടക്കണം കേട്ടോ. ഒന്നും ആങ്കറിമ അല്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ സെയിലിനൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് ഡേ വരണല്ലോ ശുഭോ. ഫസ്റ്റ് ഡേ വന്നാൽ നല്ലത് കൊണ്ടുപോവാം. ഇത് വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വന്നപ്പോൾ നമ്മളെ സൈസിലില്ലോ എന്നല്ല, നമ്മളില്ലാതൊക്കെ വലിയ സൈസുകളാണ് കിട്ടിയത്. എന്തായാലും സൗദിത്തെ വേറെ സെയിൽ കാണാത്തവർ കണ്ടോളൂ. ഞാൻ ഫസ്റ്റാണ് കണ്ടു. ശുഭ കണ്ടുകൊള്ളു. ഇത് മുന്നേ വന്നിക്കണല്ലേ. ഞാൻ ഫസ്റ്റാണ് വേറെ സെയിൽ ഞാൻ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടുകൊള്ളു. ഫസ്റ്റ് ഞാൻ വന്നതാണ്. പക്ഷെ എത്രത്തോളം വെർത്താണെന്നില്ല ഞാൻ മനസ്സിലാക്കി ഇപ്പോഴാണ് ശുഭോ. കാരണം ടീഷർട്ടിനൊക്കെ ഞാൻ സെൻട്രൽ പോയിന്റിലൊക്കെ ചെല്ലുമ്പോൾ 60 റിയാല് 70 റിയാല് പറഞ്ഞ ആ ടീഷർട്ടിനൊക്കെ അവിടെ ചെന്നപ്പോൾ ശുഭോ 19 റിയാല് എടുത്ത് ഞാൻ 2-3 ടീഷർട്ട്. പിന്നെ ഏതായാലും നമ്മൾ തങ്ങനെ ഇനി വീട്ടിൽ പോവാണ്. വീട്ടിലല്ല, നമുക്ക് ചെറിയ ഇനിയൊരു ഷോപ്പിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടെ കൂടിയിട്ടുള്ള വ്ളോഗാ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ഒരു വേറെ സെയിലും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണം. നമ്മൾ അറിയലുണ്ട്, പക്ഷെ നമ്മൾ വരാറില്ലല്ലോ ശുഭോ. ഇൻഷാല്ലാ ഞാൻ അടുത്ത ഇൻസ്റ്റാഗ്രാം വേറെ സെയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കട്ടോ. ആരെങ്കിലുമൊക്കെ അതായത് പേര് ഇവിടെ കൊടുക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തതിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യും. അപ്പോൾ ഓക്കെ. ട്രെയിൻ കൊടുക്കി. ചെറുക്ക് ട്രെയിനാണ് നോക്കട്ടെ. ട്രെയിനാണ് നിർത്തിയിട്ടിരിക്കണേ. ചെറുക്ക് ട്രെയിനാണ്. ചെറുക്ക് അപ്പോൾ നമ്മളെ അവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കണതാക്കണ് സൗദിയിലെ നമ്മളെ റൂമിൻ്റെ അടുത്തിട്ടുള്ള വാവ് 5 പറഞ്ഞ ഷോപ്പ് കാട്ടോ വന്നിരിക്കുന്നത്. ഈ വാവ് 5 എന്ന് പറയുന്നത് എന്താ അറിയോ, ഇതിൻ്റെ ഉള്ളിൽ ഏതെടുത്താലും 5 റിയാൽ. അതാണ് നമ്മളിപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ പറയില്ലേ വാവ് 5 അങ്ങനെ ആകണം നെയിം കണ്ടെങ്കിൽ വാവ് 5. ഇവിടെ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. നമ്മളെ അയാത്ത പ്ലാസ സൂക്കിൻ്റെ അവിടെ കേട്ടോ കണ്ടോ വാവ് 5. ഷോബോയിൻ്റെ ഉള്ളിൽ പോയിക്കണ്. ഞാൻ ഉള്ളിൽ കയറി കേട്ടോ. ട്രോളിൻ്റെ കയ്യിൽ തന്നിട്ട് ഓളത്തിൽ കുട്ടീനെയും കൊണ്ട് പോയതാണ്. ഞാൻ ഫസ്റ്റാണ് ഈ ഷോപ്പ് കയറുന്നത്. കയറി നോക്കിയിട്ട് എന്തൊക്കെ ഉണ്ട് നോക്കട്ടോ. ഏതെടുത്താലും 5 റിയാൽ ഷോബോ. എന്തെടുത്താലും 5 റിയാൽ കേട്ടോ. പാത്രങ്ങളെ പൂരാണ്. എന്തൊക്കെ ഉണ്ട് ഷിബു ഇവിടെ?
ഇത് നമ്മളെ ടൊയോട്ടോ ഷോറൂമിൻ്റെ അവിടെ ഹയാത്ത് പ്ലാസ അല്ലേ, ഹയാത്ത് പ്ലാസ ബുക്കിൻ്റെ മെയിൻ റോട്ടുമ്പോൾ തന്നെ അല്ലേ ഇത് വാവ് 5. ഇതിൽ പോകുമ്പോൾ എല്ലാവരും കാണുന്നതാണ്. അതായത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, ഡ്രസ്സും കാര്യങ്ങളും അല്ലാത്ത വേറെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏതെടുത്താലും 5 റിയാൽ കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനൊരു സാധനം തിരഞ്ഞിട്ടാണ് നമ്മളോട് വന്നിരിക്കുന്നത്. എന്തായാലും കയറിയതല്ലേ, കടകളൊന്നും മൊത്തത്തിലും ചുറ്റി കാണട്ടെ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ വരാമല്ലോ. തെറ്റിദ്ധരിച്ചു, ഇതിനുള്ളിൽ ഡ്രസ്സ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഡ്രസ്സിനും 5 റിയാൽ തന്നെ. ഷെബു, ഇതിനുള്ളിൽ ഇങ്ങനെ സംഭവം ഡ്രസ്സിന് 5 റിയാലാണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടിപൊളി. അതേമാതിരി ഫുഡ് ഐറ്റംസും ഉണ്ട്, ബാഗ്സ് കാര്യങ്ങൾ, കുട്ടികളുടെ ബാഗും കാര്യങ്ങളുമാണ്. ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലൈസ്, കുട്ടികളുടെ ലേസും കാര്യങ്ങളൊക്കെയാണത്. ഡ്രസ്സ് നോക്കി ഷെബു കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഷെബുനൊന്ന് വിളിച്ചോണ്ടിട്ടെ. ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ 5 റിയാല്. വാവ് 5 5 റിയാൽ തന്നെ കേട്ടോ. വാവ് 5 ആക്കണം, എല്ലാം വാവ് 5. ഡാ കൊയിഞ്ഞാടോ ഇന്ന് ശരിക്കിരുന്ന ഇതൊക്കെ കണ്ടിട്ട് അവിടെ കടന്ന ശരിക്കിരുന്ന കൊയിഞ്ഞാടും കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ലേഡീസ്. ഇവിടെ അങ്ങോട്ട് നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയും കാര്യങ്ങളും, പാരച്യൂട്ട്. ഇവിടെ അങ്ങോട്ട് നമ്മളെ വാസലീനല്ലല്ലോ, അങ്ങനത്തെ ക്രീമും കാര്യങ്ങളും. നമ്മളെ കുട്ടികൾക്കുള്ള വൈപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടത്. ഇതൊക്കെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ളതാണ് ഇതിനൊക്കെ. ഇതിനൊക്കെ 5 റിയാലിന് എങ്ങനെ ഇവർക്ക് ഇത് മുതലാവണമെന്നാണ് എനിക്കറിയാത്തത്. കണ്ടോ, ഇവിടെ ഇങ്ങോട്ട് ഇതൊക്കെ 5 റിയാലിന് 5 റിയാലിന് അല്ലേ എല്ലാം ഉണ്ട് കേട്ടോ. ഫെയറി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, എല്ലാം A to Z സംഭവങ്ങൾ. എങ്ങനെയാണ് ഇവർക്ക് ഇത് മുതലാവണമെന്ന് കണ്ടോ. ഈ കടൻ്റെ വലിപ്പം കണ്ടങ്ങൾ, സ്റ്റോറിൻ്റെ ടിഷ്യൂ കാര്യങ്ങൾ. ഷെബു, ഡ്രസ്സൊക്കെ ഉണ്ടടി അവിടെ. ഇതെങ്ങനെ ഇവർക്ക് മുതലാവണം ഷെബു 5 റിയാലിന്? വൈപ്സ് കണ്ടച്ച് മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കണം അതേ കമ്പനി വൈപ്സ്. ഇവിടെ നോക്കാം സാധനം. ഇവിടെ നോക്കി, ഇതൊക്കെ ഇങ്ങനെ മുതലാവണം ഷെബുട്ടിയെ. അത് എനിക്ക് വിശ്വാസം വരുന്നില്ല. 5, പക്ഷെ കടൻ്റെ പേര് വാവ് 5 എന്നാ. അങ്ങനെയാണ് ഇതിനുള്ളിൽ റേറ്റ് കൂടുക. മറ്റു വേറെ റേറ്റ് പ്രൈസ് എഴുതി നോക്കാം. ഇല്ലല്ലോ, 5 റിയാലല്ലേ എല്ലാത്തിനും? 5 റിയാൽ കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഷെബുട്ടിയെ. ഇതെങ്ങനെ പേർക്ക് ഇത് കൊടുക്കാൻ കഴിയണമെന്നുള്ളത്. അപ്പുറത്ത് വൈപ്സ് നോക്കാം. വൈപ്സ് കണ്ടിട്ടാണ് ഇതൊക്കെ. എടി ബേബി പൗഡറൊക്കെ നോക്കത് അതൊക്കെ ഒറിജിനലാണോ? ഇങ്ങനത്തെ ഇങ്ങനത്തെ നമ്മൾ വാങ്ങാനില്ല. വൈപ്സ് നോക്കാം. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്. നോക്കാം, നമ്മൾ വാങ്ങണ നമ്മൾ ആദൂനെ ഇതാ ഈ കമ്പനി അല്ലേ. നോക്കാം, ഇതാ ഇങ്ങോട്ട് നോക്കാം, ജോൺസന്റെ. പക്ഷെ നോക്ക് സാധനം ഇതൊക്കെ 5 റിയാലിന് ഇങ്ങനെ കഴിയുമല്ലേ. നോക്കാം, അത്ഭുതം. ഒക്കെ 5 റിയാലാ. നടക്ക്, എൻ്റെ ഞാൻ കിട്ടിയില്ലേ. അങ്ങനത്തെ ചെറിയ ചെറിയ ബോക്സുകളാണല്ലേ, എന്നാലും 5 റിയാല്. കുട്ടികളെ ജെല്ലികളാട്ടോ അതൊക്കെ. എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. A to Z സംഭവങ്ങൾ. ലൂസായിട്ടല്ല, ഒക്കെ ബോക്സും പാക്കറ്റുകളായിട്ട്. ഇവിടെ ലൂസായിട്ട് കൊടുക്കുന്നുണ്ട്. 5 റിയാല്. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് എങ്ങനെ പോണാക്കല്ലേ.
ഓട്സ്, ബിസ്ക്കറ്റുകൾ, പാക്കറ്റ് മിഠായികൾ, ഫെരാറ റോഷറിൻ്റെ കോപ്പി ആട്ടത് 5 റിയാൽ. എന്താ എനക്കെന്താ വേണ്ട? ആ എടുത്തോ. ഓനെ കണ്ടിട്ട് അതിൻ്റെ കളർ അട്രാക്ഷൻ കണ്ടിട്ട് എന്നാ എന്നാ അപ്പം പുറത്തേരാ എന്നാ പൂച്ചോ. ആ ഇവിടെ ഇരിക്കും. ആ അതിൻ്റെ കളറിൻ്റെ അട്രാക്ഷൻ കണ്ടിട്ട് കണ്ടോ. എല്ലാമുണ്ട്. പാത്രങ്ങൾ ഇതൊക്കെ എന്താ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആ ക്വാളിറ്റി കണക്കാണ്. പാത്രങ്ങൾ ക്വാളിറ്റി കണക്കാണ്. രസമുണ്ട് അല്ലേ? നമ്മളെ ടേബിളുമേ ഈ ഫ്ലവറും അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കണേ ഐറ്റാട്ടത്. സ്പൂണുകൾ കുഴപ്പമില്ലടി. വാവ് 5 എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട് അല്ലേ? നമ്മളെ ടൊയോട്ടോ ഷോറൂം ടൊയോട്ടൻ്റെ ഒക്കെ അവിടെ ആയിട്ടാണ് ഈ വാവ് 5 വരുന്നത്. 5 റിയാൽ നാട്ടിൽ എത്ര ഉണ്ടാവും കൂടി? 50 റിയാലൊക്കെ അല്ലേ? ആ പോണിപ്പ നടക്ക്. ഈ കണ്ട സാധനങ്ങൾക്ക് മുഴുവൻ 5 റിയാലാട്ടോ. പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് ഇത് മുതലാവണമെന്നുള്ളത് അതൊരു ചോദ്യം ചെയ്യുന്നതാണ്. ചിലപ്പോൾ 5 റിയാൽ പറഞ്ഞപ്പോൾ നാട്ടുകാർ 10-55 രൂപ ഉണ്ടാവും. 55 രൂപേൻ്റെ സാധനങ്ങൾ അതിൽ കണ്ടത്. നാട്ടിൽ നോക്കുമ്പോൾ 5 രൂപ 55 രൂപ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. ചിലപ്പോൾ എങ്ങനെ ഇത് മുതലാവണമെന്നുള്ളത് ചോദിച്ചിന്നാണ്. ചിലപ്പോൾ ചൈനയിൽ നിന്നൊക്കെ ഒന്നായിട്ട് ഇറക്കും. എന്നാലും ഒരു പരിധിയില്ലേ? 5 റിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കുബൂസിന് കൊടുക്കണം 1 റിയാല്. ഏതായാലും ഇനി ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ വീട്ടിൽ പോകലടി. ഇനി നേരെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പം നമ്മളെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യട്ടോ. അപ്പം ഇനി ഇതോടുകൂടി നമ്മളെ ഷോപ്പിംഗ് വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഇനി നാട്ടിൽ പോവുക കേട്ടോ. ഇനി കാണാൻ പോകണമെങ്കിൽ ഇൻഷാല്ലാ നാട്ടിൽ പോകുന്ന വ്ളോഗായിരിക്കും. അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വെയർ ഹൗസിലും കാര്യങ്ങളും. എന്നാലും ഈ 5 റിയാൽ ഇത്രത്തോളം ലാഭത്തിൽ കിട്ടണമെന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ. ആകാശത്തിൻ്റെ ചൊറുക്ക് നോക്കി എന്ത് ചൊറുക്കില്ലേ പോ പിന്നത്